എല്ലാവർക്കും സുഖല്ലേ? വെൽക്കം ടു സജനാസ് കിച്ചൻ. നമ്മൾ തലശ്ശേരിക്കാരുടെ മറ്റൊരു സ്പെഷ്യൽ ഡിഷാണ് തെരിച്ചോറ് അല്ലെങ്കിൽ തെരി ബിരിയാണി, റവ ബിരിയാണി എന്നൊക്കെ വിളിക്കുന്ന ഈ ഒരു ഐറ്റം. ഇത് കാണുമ്പോൾ മസാല ഉപ്മാവാണോ എന്ന് നിങ്ങൾക്കൊരു സംശയം തോന്നും. അല്ല കേട്ടോ, ഉപ്മാവിൻ്റെ ടേസ്റ്റേ അല്ല, വളരെയധികം രുചികരമായിട്ടുള്ളൊരു ഐറ്റമാണ്. അപ്പോൾ ഒന്ന് കണ്ടു നോക്കിയാലോ. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ കുഞ്ഞ് ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൺ എന്ന ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യണേ. എങ്കിലേ ഞാടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നേരെ വീഡിയോയിലോട്ടേക്ക് പോകാം. തെരി ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 1 കപ്പ് അളവിൽ റവ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ റോസ്റ്റ് ചെയ്യാത്ത റവയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കൊരു പാൻ ചൂടാക്കാം. ചൂടായിട്ട് വരുമ്പോൾ ഇതിലോട്ടേക്ക് നമ്മൾ ഈ റവ ഇട്ട് കൊടുക്കാം. ഇതിന് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഏകദേശം ഒരു 10 മിനിറ്റോളം നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു തെരി ബിരിയാണിയിൽ ഒരു ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ് ഈ ഒരു റോസ്റ്റ് ചെയ്യുന്ന രീതി കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് റോസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ തെരി ബിരിയാണി ഉണ്ടാക്കുമ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നന്നായിട്ട് തന്നെ ഒരു 10 മിനിറ്റോളം ഒരു ലൈറ്റ് കളർ ചേഞ്ച് ആകുന്നവരെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് തന്നെ ഞാനിപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റോളം റോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കളർ ചേഞ്ച് എന്ന് പറയുമ്പോൾ ഓവറായിട്ട് കളർ ചേഞ്ച് ആവേണ്ട, ഒരു ലൈറ്റ് കളർ ചേഞ്ച് ആയാൽ മാത്രം മതിയാകും. എന്നിട്ട് ഇതിലോട്ടേക്ക് 1 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് നമ്മൾ ഈ നെയ്യും റവയും കൂടി നല്ലവണ്ണം തന്നെ യോജിച്ച് വരണം. അതുവരെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. കണ്ടില്ല, അപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണുന്നത് പോലെ നന്നായിട്ട് തന്നെ റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നന്നായിട്ട് റോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഒരു നെയ്യും റവയും കൂടി നല്ലൊരു സ്മെല്ല് വരും കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു ഇപ്പോൾ കണ്ടില്ല നിങ്ങൾ വീഡിയോയിൽ ഏകദേശം ഒരു ബ്രെഡ് ക്രംസിൻ്റെ രൂപത്തിലായിട്ടുണ്ടാവും. അതുവരെ നന്നായിട്ടൊരു 10 മിനിറ്റോളം നന്നായിട്ട് തന്നെ നമ്മളിതുപോലെ റോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിത് മാറ്റി വെക്കാം. ഇനി വേറൊരു പാൻ എടുക്കാം. അതിലോട്ടേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിൽ നല്ലവണ്ണം തന്നെ ചൂടാകുമ്പോൾ നമുക്ക് ചെമ്മീൻ ഒന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ചെമ്മീൻ തെരി ബിരിയാണിയാണ് തയ്യാറാക്കുന്നത്. നിങ്ങൾക്ക് ഇതിന് പകരം നിങ്ങൾക്ക് ചിക്കൻ വെച്ചിട്ടും ബീഫ് വെച്ചിട്ടും ഈ ഒരു തെരി ബിരിയാണി ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് സാധാരണ നോർമലി ചെമ്മീൻ ഫ്രൈ ആണ് കേട്ടോ ഞാൻ തയ്യാറാക്കുന്നത് കൊണ്ടാണ് കൂടുതൽ കാണിക്കാത്തത്. എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. സെയിം നമ്മൾ ചെമ്മീൻ ഫ്രൈ ചെയ്തിട്ടുള്ള അതേ ഓയിൽ തന്നെ നമുക്ക് ഇതിലോട്ടേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ ഇതിലോട്ടേക്ക് ഒരു സവാള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഏകദേശം ഒരു സവാള ഒന്ന് നന്നായിട്ടൊന്ന് വാടി വരണം, അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ നമ്മൾ ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ക്യാരറ്റിൻ്റെ പകുതിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അത് ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ 1 കപ്പ് റവൻ്റെ അളവിലാണ് കേട്ടോ ഞാനിപ്പോൾ കാണിക്കുന്നത്. നിങ്ങളിപ്പോൾ റവ ഇതിൽ കൂടുതൽ എടുക്കുമ്പോൾ ഇതിൻ്റെയൊക്കെ ഡബിളായിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ ഇതും കൂടി ചേർത്തിട്ട് ആവശ്യമെങ്കിൽ ഉപ്പും കൂടി ചേർത്തിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഇവിടെ നന്നായിട്ട് തന്നെ വഴറ്റിയിട്ടുണ്ട്. ക്യാരറ്റൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് ഒരു നല്ല പഴുത്തിട്ടുള്ള ഒരു തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളിയും കൂടി ചേർത്തിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമുക്കിവിടെ അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നമ്മൾ തക്കാളി ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരണം. അപ്പോൾ നമ്മളിതിൽ ചേർത്തിട്ടുള്ള തക്കാളിയൊക്കെ നല്ല സോഫ്റ്റായിട്ട് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് നന്നായിട്ട് തന്നെ ഉടച്ചെടുക്കുക. ഇനി നമ്മളിതിലോട്ടേക്ക് കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക. പൊടികൾ എന്ന് പറയുമ്പോൾ നമ്മൾ തലശ്ശേരി ബിരിയാണി പോലെ ഓവറായിട്ട് പൊടികളൊന്നും നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്നില്ല. ആദ്യം തന്നെ നമുക്കിതിലോട്ടേക്ക് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണോളം ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കുക. പൊടികൾ ഇത്ര മാത്രമേ നമ്മളിതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇതും കൂടി ചേർത്തിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. നമ്മൾ തലശ്ശേരി ബിരിയാണി തയ്യാറാക്കാറില്ലേ, ഇതുപോലെ ഓവർ മസാല പൊടികളൊന്നും ഇല്ലാതെയാണ് നമ്മൾ തലശ്ശേരി ബിരിയാണി തയ്യാറാക്കില്ല അല്ലേ, അതേ രീതിയിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം ഇതിലോട്ടേക്ക് കുറച്ച് പുതിനയിലയും മല്ലിയിലയും കൂടി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഇതിലോട്ടേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. സാധാരണ നോർമൽ വെള്ളം തന്നെയാണ് ഞാനിപ്പോൾ ചേർത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. ആവശ്യമെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചുള്ള നമ്മുടെ ചെമ്മീൻ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ചെമ്മീന് പകരം നിങ്ങൾക്ക് ചിക്കനോ ബീഫോ നിങ്ങൾക്ക് വെച്ചിട്ട് ചെയ്യാൻ കേട്ടോ, അതും നല്ല ടേസ്റ്റിയാണ്. പിന്നെ നമ്മൾ ആദ്യം റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചുള്ള നമ്മുടെ തൈര് ചേർത്ത് കൊടുക്കാം. മുഴുവനും ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. നമ്മുടെ ഒരു മസാലയും റവയും എല്ലാം കൂടി നല്ലവണ്ണം തന്നെ യോജിച്ച് വരണം. അതുവരെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പം നമ്മൾ നന്നായിട്ട് തന്നെ നമ്മൾ ആദ്യം റോസ്റ്റ് ചെയ്തെടുത്തുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം തന്നെ ആദ്യത്തെ സ്റ്റെപ്പിൽ തന്നെ നന്നായിട്ട് തന്നെ വറുക്കണം എന്ന് പറയുന്നത്. കണ്ടില്ലേ, ഈ ഒരു സ്റ്റേജായിട്ട് വരും. ഇതുപോലെ നന്നായിട്ട് മിക്സായിട്ട് വരുമ്പോൾ ഇതിലോട്ടേക്ക് നമുക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. മൊത്തത്തിൽ വെള്ളം ചേർത്ത് കൊടുക്കരുത്. നമ്മളിതിലോട്ടേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് വേണം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. അപ്പം ഞാൻ ആദ്യം കുറച്ച് ചേർത്ത് കൊടുത്തു. എന്നിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് വീണ്ടും നമ്മൾ കുറച്ച് ഇതിലോട്ടേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല തിളപ്പിച്ചിട്ടുള്ള വെള്ളം തന്നെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക.
വീണ്ടും ഇതുപോലെ കുറച്ച് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ മൊത്തത്തിലിപ്പോൾ ഒരു 1.5 കപ്പോളം വെള്ളം ഞാൻ ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ മൊത്തത്തിൽ ചേർത്ത് കൊടുക്കേണ്ട, കുറച്ച് ചേർത്തിട്ട് നമ്മളിതുപോലെ ഇത് മിക്സാക്കി കൊടുക്കുക. ഇപ്പോൾ കാണില്ലേ, നമ്മൾ മിക്സാക്കിയിട്ട് നന്നായിട്ട് തന്നെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഫൈനലായിട്ട് നമുക്കിതിലോട്ടേക്ക് 1 ടേബിൾ സ്പൂണോളം ചെറുനാരങ്ങയുടെ നീര് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കൊരു പാൻ എടുക്കാം. ഇതിലോട്ടേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുക. ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലോട്ടേക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു സവാളയുടെ പകുതി മാത്രം മതിയാകും, അതും കൂടി ചേർത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഫ്രൈ ചെയ്ത് വരുമ്പോൾ പിന്നെ ഇതിലേക്ക് കുറച്ച് കിസ്മിസും കൂടി ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. വേണമെങ്കിൽ നിങ്ങൾക്ക് നട്ട്സും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതെല്ലാം കൂടി നമുക്ക് നമ്മുടെ ഒരു തെരിയിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാം, നമ്മുടെ തെരി ബിരിയാണിയിലോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള തെരി ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ ചേർത്തുള്ള സവാളയും കിസ്മിസും എല്ലാ ഭാഗത്തേക്കും ആകുന്ന തരത്തിൽ മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ തന്നെ നല്ലൊരു മണം കേട്ടോ വരുന്നത്, അടിപൊളി മണമാണ് വരുന്നത്. കണ്ടില്ലേ, നമ്മളെ തെരി ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ തലശ്ശേരി സ്പെഷ്യൽ തെരി ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു പ്ലേറ്റിലോട്ടേക്ക് സെർവ് ചെയ്യാണ്. നല്ല ടേസ്റ്റിയും നല്ല രുചിയാണ് കേട്ടോ. അതുപോലെ തന്നെ നല്ലൊരു ഫ്ലേവറാണ്, നമുക്ക് എത്ര കഴിച്ചാലും മതിയാവില്ല. ഞാനിപ്പോൾ ചെമ്മീൻ വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. ഇതിന് പകരം നിങ്ങൾക്ക് ബീഫ് വെച്ചിട്ടും ചിക്കൻ വെച്ചിട്ടും തയ്യാറാക്കാം. അപ്പോൾ ലൈഫിൽ ഒരു പ്രാവശ്യമെങ്കിലും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇൻഷാ അല്ലാഹ് ഇതുപോലത്തെ വെറൈറ്റി റെസിപ്പീസുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു. ബൈ ബൈ.